ആ അതെ, കുറച്ച് കഴിച്ചാ മതി കേട്ടോ. കൊളസ്ട്രോൾ എത്രയാണെന്ന് അറിയാലോ. നാട്ടിൽ വരുമ്പല്ലേ ഇതൊക്കെ ഉള്ളൂ. നിങ്ങൾ ഇനി തിരിച്ചു പോണ്ട. നിങ്ങളുടെ വാപ്പ എന്നെ പോയിട്ട് 65 വയസ്സിലല്ലേ തിരിച്ചു വന്നത്. എന്നിട്ട് 4 വർഷമാണ് മൂപ്പർക്ക് കുടുംബത്തിനൂടെ കഴിയാൻ പറ്റിയത്. നമുക്ക് നമ്മുടെ മോനെ പറഞ്ഞുവിടാ ഇനി ഖത്തറിലേക്ക്. ഞാൻ നാലേക്കട്ടെ. സാറിന് 3 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ സാറിന് ഈസി ആയിട്ട് ആ കോർണറിൽ ഒരു പോണ്ടും ഒരു മഡ് ഹൗസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നുള്ളൂ സാർ. സാറിന് ഏതുതരം പശുക്കളെ വേണം? നമുക്ക് എല്ലാത്തിനും ഇമ്പോർട്ട് ചെയ്യാം. നോക്കൂ, ജേഴ്സി, സ്വിറ്റ്സർലൻഡ്, നാടൻ. താനൊരു ഡീറ്റെയിൽ പ്ലാൻ ഇട്ടു. ഞാൻ അടുത്ത മാസം പകുതി വരെ ഇവിടെ തന്നെ കാണും. ഓക്കെ സാർ, ഞാൻ വരാം. താങ്ക് യു. അതാരാ? നമുക്ക് ഇവിടെ ഒരു ഫാം തുടങ്ങിയാലോ? കുറേ ഇനം പശുക്കള്, പച്ചക്കറി, മീൻ കൃഷി, അത് പ്ലാൻ ചെയ്യാൻ വന്ന ആളാണ് ആ പോയത്. പെട്ടെന്ന് എന്താ? നമ്മുടെ ഈ മോലാൻഡ് സിനിമ ഉണ്ടല്ലേ, ഈ പശുക്കൾക്ക് പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത്, സ്വർഗോന്നോ മറ്റോ ആണ്. അതുപോലെ നമ്മൾ തുടങ്ങണം. കുറെ ടൂറിസ്റ്റ് ഒക്കെ വരും, പിന്നെ കൃഷി എന്നുള്ള വരുമാനവും. നമ്മുടെ മക്കൾ നോക്കി നടത്തട്ടെ. എന്നോട് വർക്ക് ചെയ്യുന്ന കുറെ പേര് തുടങ്ങിയിട്ടുണ്ട്. ആ ചെറുക്കനെ വല്ല ഗൾഫിലും കയറ്റി വിടാതെ നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യിപ്പിക്കാൻ പോവാണോ? ഇത് കൃഷിയല്ല, നമ്മുടെ മക്കളെ ഫാമിന്റെ ഓണേഴ്സ് ആക്കുന്ന കാര്യം പറഞ്ഞത്. എന്റെ 18ാമത്തെ വയസ്സിലാണ് നിർബന്ധിച്ച് ഖത്തറിലേക്ക് പറഞ്ഞു വിടുന്നത്. നമ്മുടെ മകൻ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. അവന് ഇഷ്ടമുണ്ടെങ്കിൽ പോട്ടെ. അത് ഈ ഫാം തുടങ്ങാൻ വേണ്ടി പെട്ടെന്ന് കുറച്ച് പൈസ വേണ്ടി വരില്ലേ? അതിനല്ലേ 6 മാസം മുമ്പ് KSF പ്രവാസിച്ചിട്ട് ഒരു കോടിയുടെ ചിട്ടിക്ക് ഞാൻ ചേർന്നത്. 25 മാസം കൊണ്ട് അടച്ചു തീർക്കാം. ലോണിന്റെ ബാധ്യതകളും ഇല്ല. ചെറിയ രീതിയിൽ ഫാം തുടങ്ങിയിട്ട് വരുമാനം വരുന്നതനുസരിച്ച് ഫാം വലുതാക്കാം. നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ ഇനിയുള്ള കുറച്ച് നാളെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണ്ടേ? ശരിയാ.